വളരെ സിമ്പിളായിട്ട് നമുക്ക് മോമോസ് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. ഇതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ആ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. മസാലയിൽ വെജിറ്റബിൾ 1-2 വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയ്യിലുള്ള മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്യുക, ചിക്കൻ മസാല അങ്ങനെയൊക്കെ. ഇതിന് ശേഷം അത് കയ്യിൻ്റെ ഇടയിൽ ഈ രൂപത്തിൽ പരത്തി വെച്ചിട്ട് 4 മൂലയും സിമ്പിളായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഈ രൂപത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് ഈ മോൾ ഭാഗം പതുക്കെ ഒന്ന് ഞെക്കി കൊടുക്കുക. ഇതേ രൂപത്തിൽ സിമ്പിളായിട്ട്. ഇത് നമുക്ക് ആവിക്ക് വേവിക്കുന്നതുകൊണ്ട് പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന രീതിയിലുമുണ്ട്. നമ്മളിന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു രീതിക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഓർഡർ വരുമ്പോൾ ആവിയിൽ വേവിക്കുന്ന രൂപത്തിലാണ്. സ്റ്റീമും ഫ്രൈ രണ്ടും ഉണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്നിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ. ഇതിന് ശേഷം നമ്മളത് സാധാരണ രൂപത്തിൽ തന്നെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ നെറ്റിൽ വെക്കുക. ഇതിന് ശേഷം പതുക്കെ ചൂടായ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. എണ്ണ തിളച്ച് നിറഞ്ഞതിന് ശേഷം ഇതിന് ശേഷം ഇതേ രൂപത്തിൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ചൂടായ എണ്ണയിൽ മുക്കിയെടുത്തതിന് ശേഷം പൊക്കിയെടുക്കുക. സംഗതി റെഡിയായി, മോമോസ് റെഡിയായി. ഇത്ര ഉള്ളൂ. പിന്നെ മസാലകളൊക്കെ നമ്മളെ കയ്യിലുള്ള മസാലകളാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, ബൈ. നോമ്പൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് മോമോസിൻ്റെ ഉൾവശം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, ചിക്കനൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ട. വെജിറ്റബിളൊക്കെ ഉണ്ടെന്ന് അറിയുന്ന പോലുമില്ല. ക്യാപ്സിക്കൻ്റെതാണ് കേട്ടോ പച്ച കാണിക്കുന്നത്. ഓക്കെ, അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.